ഹായ് കുട്ടികളെ, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗസ്. ഇന്ന് നമുക്ക് വായനാ ദിന ക്വിസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1996 ജൂൺ 19 മുതൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം അവകാശികൾ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ശരിയുത്തരം പറയുന്നവരുടെ പേരുകൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാര്? ഉത്തരം മൊയ്തീൻ കുട്ടി വൈദ്യർ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? ഉത്തരം വീണപ്പൂവ്. കഥകളിയുടെ സാഹിത്യരൂപം ഏത്? ഉത്തരം ആട്ടക്കഥ. സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത്? ഉത്തരം ആത്മാവിൽ ഒരു ചിത. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? ഉത്തരം ദുരവസ്ഥ. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം EMS. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? ഉത്തരം 2004 ജൂൺ 19. PN പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. രാമചരിതമാനസം രചിച്ചതാര്? ഉത്തരം തുളസീദാസ്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം PN പണിക്കർ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഉത്തരം എഴുത്തച്ഛൻ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ഉത്തരം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? ഉത്തരം വിദ്യാവിനോദിനി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണിത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ്?
ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. രാമായണം എഴുതിയത് ആര്? ഉത്തരം വാൽമീകി. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത്? ഉത്തരം രാമചരിതം. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര്? ഉത്തരം ഒ ചന്തുമേനോൻ. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം ഒ വി വിജയൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ഉത്തരം ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര്? ഉത്തരം കമല സുരയ്യ. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ? ഉത്തരം സർദാർ KM പണിക്കർ. ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? ഉത്തരം വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസനാവികൃതി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ഇത് ആരുടെ വരികൾ ആണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. മറക്കാതെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.